ഇന്ത്യ ജേതാക്കളായ 2024 ലോകകപ്പിൽ കോച്ച് രാഹുൽ ദ്രാവിഡ് പരീക്ഷിച്ച് വിജയിച്ചൊരു തന്ത്രമുണ്ട്. ഓപ്പണർമാരായ രോഹിത്തിന്റെയും കോഹ്ലിയുടെയും ചുമലിൽ 2 റോളുകളാണ് അന്ന് നിക്ഷിപ്തമായിരുന്നത്. ആദ്യ പന്ത് മുതൽ തകർത്തടിക്കുന്ന രോഹിത്തിനൊപ്പം ക്രീസിൽ നിലയുറപ്പിച്ച് കളിക്കുന്ന കോഹ്ലിയെയാണ് അന്ന് നമ്മൾ കണ്ടത്. 160 സ്ട്രൈക്ക് റേറ്റിൽ കളിച്ച് 8 മത്സരങ്ങളിൽ നിന്ന് 257 റൺസ് അടിച്ചുകൂട്ടി രോഹിത് ടൂർണമെന്റിലെ 2ാമത്തെ ഉയർന്ന റൺവേട്ടക്കാരനായി മാറിയിരുന്നു. ഈ ലോകകപ്പിൽ ഓപ്പണറായി സഞ്ജുവിനെ തുടരാൻ അനുവദിച്ചാൽ രോഹിത്തിന്റെ അന്നത്തെ റോളിലായിരിക്കും സഞ്ജു കളിക്കുക. സ്ലോവർ ബോൾ പിക്ക് ചെയ്യുന്നതിൽ സഞ്ജുവിന്റെ പോരായ്മ കൂടി ഉടൻ പരിഹരിക്കപ്പെടണം. സ്വാഭാവികമായും ഓപ്പണറായി ഒരറ്റത്ത് റിസ്ക് എടുത്ത് കളിക്കുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ ദീർഘമായ ഇന്നിങ്സുകൾ കളിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ പവർ പ്ലേയിൽ തന്നെ മത്സരം കൈപ്പിടിയിലൊതുക്കാൻ ടീമിനെ സഹായിക്കുകയെന്ന വലിയ ദൗത്യം നിറവേറ്റാൻ സഞ്ജുവിന് സാധിക്കും. ഗംഭീറിനും സൂര്യയ്ക്കും അയാളിൽ പൂർണ്ണ വിശ്വാസവുമുണ്ട്. 2026 ലോകകപ്പിൽ ഇനിയൊരു സ്വപ്നതുല്യമായ ഇന്നിങ്സ് കൂടിയായാൽ അത് മാത്രം മതിയാകും സഞ്ജു സാംസൺ എന്ന ക്ലാസിക് പവർ ഹിറ്ററെ ക്രിക്കറ്റ് ലോകം എക്കാലത്തും ഓർത്തിരിക്കാൻ.